നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഒന്ന് പ്രവചിച്ച് നോക്കാം കേട്ടോ. ഇന്നലത്തെ അലങ്കാരമാണ് ആദ്യം പറയണത്. ഇന്നലെ നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ കുഞ്ഞാവയ്ക്ക് വയ്യാതിരിക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ പനിയൊക്കെ മാറിയിട്ട് പിന്നെ അവന് പനിച്ചു കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാതിരുന്നത്. അപ്പോൾ പ്രവചിക്കുന്ന വീഡിയോ ഇല്ലാത്തത് കൊണ്ട് ആർക്കും ഇന്നലെ പ്രവചിക്കാനായിട്ടും സാധിച്ചിരുന്നില്ല. ഇന്നലെ ഭഗവാനെ ശ്രീലകത്ത് ശ്രീരാമസ്വാമി ആയിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു കയ്യിൽ അമ്പും വില്ലൊക്കെ പിടിച്ചിട്ട് അതിങ്ങനെ പ്രയോഗിക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാവത്തിലായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ശ്രീരാമസ്വാമി ആയിരുന്നു ഇന്നലത്തെ അലങ്കാരം. നമുക്ക് ഇന്നത്തെ ഒന്ന് പ്രവചിച്ച് നോക്കാം. ഇന്ന് ജൂലൈ 8-ാം തീയതിയാണ്. ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞിട്ട് നട തുറക്കുന്ന സമയത്ത് ഭഗവാൻ ഏത് രൂപത്തിലായിരിക്കും, ഏത് ഭാവത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇപ്പം തന്നെ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതോടൊപ്പം തന്നെ ഒരു അറിയിപ്പും കൂടെയാണ് പറയാനായിട്ടുള്ളത്. ഗുരുവായൂർ ദേവസ്വം കീഴടമായിട്ടുള്ള കുന്നംകുളം തലക്കോട്ടുകര ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും കർപ്പൂരാദി നവീകരണ സഹസ്ര കലശവും നടക്കുകയാണ് കേട്ടോ. ഇന്ന് മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. കുന്നംകുളം നഗരത്തിലെ ആധ്യാത്മിക ചൈതന്യ കേന്ദ്രമായിട്ടുള്ള ഗുരുവായൂർ ദേവസ്വം കീഴടം തലക്കോട്ടുകര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണം കഴിഞ്ഞുള്ള കർപ്പൂരാദി സഹസ്ര കലശത്തോടു കൂടിയ അഷ്ടബന്ധ നവീകരണ കലശം 2026 ജൂലൈ 8 മുതൽ, അതായത് ഇന്നു മുതലാണ് ജൂലൈ 18 കൂടി ആചാരവിധി പ്രകാരം നടത്തുവാൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും സസന്തോഷം അറിയിക്കുകയാണ്. ദേവസ്വം തന്ത്രിമാരായ ബ്രഹ്മശ്രീ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെയും ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലും സദസ്യനായ ആലുവ തന്ത്ര വിദ്യാപീഠം പ്രിൻസിപ്പൽ ബ്രഹ്മശ്രീ പി ബാലകൃഷ്ണ ഭട്ടിന്റെ നേതൃത്വത്തിലും കേരളത്തിലെ പ്രമുഖ താന്ത്രിക ആചാര്യന്മാർ, വൈദിക ശ്രേഷ്ഠന്മാർ പങ്കെടുക്കുന്ന അതിദിവ്യമായ നവീകരണ കലശ ചടങ്ങിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഭക്ത്യാദരപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ചടങ്ങുകൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴേടാണ്. കുന്നംകുളം എന്ന് പറയുമ്പോൾ ഗുരുവായൂരിനോട് അടുത്ത് തന്നെ കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിലും പോകാനൊക്കെ ആയിട്ടൊന്ന് ശ്രമിക്കുക. എല്ലാവർക്കും മഹാദേവൻ്റെയും കൂടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ അതാണ് അറിയിപ്പായിട്ട് പറയാനായിട്ടുള്ളത്. എന്നാണെങ്കിലും ഇന്നത്തെ അലങ്കാരം എന്തായിരിക്കും എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.